കോതമംഗലം കുട്ടമ്പുഴയിൽ കാട്ടാനാക്രമണത്തിൽ മരിച്ച എൽദോസിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് നടക്കും. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് രാത്രി ഏറെ വൈകിയാണ് കോതമംഗലം താലൂക്ക് ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റിയത്. ജില്ലാ കളക്ടർ നൽകിയ ഉറപ്പിന് ശേഷമാണ് പ്രതിഷേധം നാട്ടുകാർ അവസാനിപ്പിച്ചത്. സ്ഥലത്ത് വൈദ്യുത ഫെൻസിംഗ്, തെരുവുവിളക്കുകൾ എന്നിവ സമയബന്ധിതമായി പൂർത്തീകരിക്കാനും തീരുമാനമായി. കൂടുതൽ വിവരങ്ങൾ ഉമേഷ് നൽകും. ഉമേഷ്, ഇന്നലെ രാത്രി 8:30ഓടെയാണ് ഇത്തരത്തിലൊരു അപ്രതീക്ഷിതമായ ഒരു ആക്രമണം കാട്ടാനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതും എൽദോസ് എന്ന വ്യക്തിയുടെ ജീവൻ നഷ്ടപ്പെടുന്നതും. നമുക്കറിയാം, അപ്പോൾ മുതൽ തന്നെ സമീപവാസികൾ വലിയൊരു പ്രതിഷേധമാണ് സംഭവ സ്ഥലത്ത് നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഏകദേശം 7.5 മണിക്കൂറുകളോളം നീണ്ടൊരു പ്രതിഷേധം കളക്ടർ നൽകിയ ഉറപ്പിന്മേൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിട്ടുണ്ട്. എങ്ങനെയാണ് വിവരങ്ങൾ? അനന്യ, ഇന്ന് ഈ മരിച്ച എൽദോസിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്നുണ്ടാകും. ഇന്നലെ ഏറെ വൈകിയാണ് മൃതദേഹം കോതമംഗലം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയത്. അപ്പോൾ അന്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ രാത്രിയൊക്കെ വളരെ ദീർഘനേരം നീണ്ടുന്ന പ്രതിഷേധമായിരുന്നു. ഈ സംഭവം ഉണ്ടാകുന്ന 8:30-ക്കാണ്. അതിനുശേഷം ആ സമയം മുതൽ നാട്ടുകാർ അവിടെ എത്തി പ്രതിഷേധിച്ചിരുന്നു. ഈ കാട്ടാന അടക്കമുള്ള വന്യജീവി ആക്രമണം പ്രദേശത്ത് രൂക്ഷമാണ്. അതിന് വനംവകുപ്പ് കൃത്യമായ നടപടി സ്വീകരിക്കണം. നടപടി ഉണ്ടാകുന്നതിൽ വലിയ അലംഭാവം കാണിക്കുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നാട്ടുകാർ പ്രദേശത്ത് പ്രതിഷേധിച്ചത്. മൃതദേഹം അവിടെ നിന്ന് മാറ്റാൻ നാട്ടുകാർ അനുവദിച്ചില്ല. അതിനു ചുറ്റും ആളുകൾ കൂടി നിൽക്കുകയായിരുന്നു. 100 കണക്കിന് പേർ ഈ സംഭവം നടന്ന ഈ യുവാവ് കൊല്ലപ്പെട്ട സ്ഥലത്തെത്തി പ്രതിഷേധിക്കുകയായിരുന്നു. വനംവകുപ്പും പോലീസും ഒക്കെ അടക്കം വന്ന് മൃതദേഹം മാറ്റാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും നാട്ടുകാർ സമ്മതിച്ചില്ല. ജില്ലാ കളക്ടർ അടക്കം നേരിട്ടെത്തണം എന്നായിരുന്നു അവർ ആവശ്യം ഉന്നയിച്ചത്. അതിനുശേഷം പിന്നീട് ജില്ലാ കളക്ടർ അടക്കമുള്ളവർ സ്ഥലത്തെത്തി. ജില്ലാ കളക്ടർ NSK ഉമേഷ്, ഒപ്പം കോതമംഗലം MLA ആന്റണി ജോൺ അടക്കം, മാത്യു കോഴനാടൻ MLA അടക്കം ജനപ്രതിനിധികളും ജില്ലാ കളക്ടർ അടക്കമുള്ളവർ ഈ സ്ഥലത്തേക്ക് എത്തി. അതിനുശേഷം നാട്ടുകാരുമായി സംസാരിച്ചു. ജില്ലാ കളക്ടർ തന്നെ നേരിട്ട് ചില ഉറപ്പുകൾ നൽകുകയുണ്ടായി. ഉറപ്പ് നൽകും മുമ്പ് ഈ കൊല്ലപ്പെട്ട എൽദോസിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം ഇന്നലെ രാത്രി തന്നെ ആ ധനസഹായം കുടുംബത്തിന് കൈമാറി. അതിനുശേഷം നാട്ടുകാർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ കളക്ടർ ഉറപ്പു നൽകുകയായിരുന്നു. പ്രദേശത്ത് ഫെൻസിംഗ് അടക്കമുള്ള ജോലികൾ അതിവേഗം പൂർത്തിയാക്കണമെന്നതായിരുന്നു. ഈ മാസം 21 തന്നെ ഫെൻസിംഗ് അടക്കമുള്ള കാര്യങ്ങളിൽ നിർമ്മാണം ആരംഭിച്ച് സമയബന്ധിതമായി പൂർത്തിയാക്കും എന്ന് ജില്ലാ കളക്ടർ ഉറപ്പു നൽകി. ഇതുകൂടാതെ ട്രഞ്ചിങ്, അത് ഇന്നു മുതൽ തന്നെ ട്രഞ്ചിങ് ജോലികൾ ആരംഭിക്കുമെന്ന് കളക്ടർ ഉറപ്പു നൽകിയിട്ടുണ്ട്. ഒപ്പം ആ പ്രദേശത്ത് തെരുവിളക്കുകൾ ഇല്ലാത്ത പ്രശ്നം നാട്ടുകാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ വിളക്കുകൾ ഇല്ലാത്തതുകൊണ്ടാണ് ഇന്നലെ ആനയെ കാണാതിരുന്നതും ആക്രമണം നേരിടേണ്ടി വന്നതും എന്നൊക്കെ നാട്ടുകാർ എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ട് തെരുവിളക്കുകൾ സ്ഥാപിക്കുന്ന നടപടികൾ 5 ദിവസത്തിനകം പൂർത്തിയാക്കുമെന്നും കളക്ടർ ഉറപ്പു നൽകിയിട്ടുണ്ട്. ഈ എല്ലാ ജോലികളും നിർവഹിച്ച ശേഷം സമയബന്ധിതമായി അത് പൂർത്തിയാക്കുക. ഒപ്പം അതിന്റെ പുരോഗതി അടക്കം വിലയിരുത്താനായി 27-ന്, ഈ മാസം 27-ന് അവലോകന യോഗം ചേരും. ഒപ്പം RRT സംഘത്തിന് അവിടേക്ക് എത്താനുള്ള സൗകര്യങ്ങൾ അതും എത്രയും പെട്ടെന്ന് ഒരുക്കി കൊടുക്കും. അങ്ങനെ ഇതിന്റെ എല്ലാം പുരോഗതി ഈ മാസം 27-ന് അവലോകന യോഗം ചേരും. ഇത്തരം ഉറപ്പുകൾ ഇന്നലെ രാത്രി തന്നെ കളക്ടർ നാട്ടുകാർക്ക് നൽകിയതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വളരെ വൈകി, ഏതാണ്ട് 6 മണിക്കൂറിലധികം പ്രതിഷേധം നീണ്ടുനിന്നു. ആ പ്രതിഷേധങ്ങൾക്കൊടുവിൽ പിന്നീട് മൃതദേഹം അവിടെ നിന്ന് മാറ്റുകയായിരുന്നു. നിലവിൽ ഈ എൽദോസിന്റെ മൃതദേഹം ഉള്ളത് കോതമംഗലം താലൂക്ക് ആശുപത്രിയിലാണുള്ളത്. അവിടെ വെച്ച് തന്നെയായിരിക്കും പോസ്റ്റ്മോർട്ടം നടക്കുക എന്നുള്ളതാണ് കരുതുന്നത്. ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടികളും പോലീസിന് പൂർത്തിയാക്കേണ്ടത്. പോസ്റ്റ്മോർട്ടത്തിന് മുൻപ് ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടികൾ പോലീസിന് പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇന്നലെ രാത്രി വൈകിയതായതുകൊണ്ട് തന്നെ ഇൻക്വസ്റ്റ് നടന്നിട്ടില്ല. ഇന്ന് ഇൻക്വസ്റ്റും അതിനുശേഷം പോസ്റ്റ്മോർട്ടവും പൂർത്തിയാക്കും. അതിനുശേഷമായിരിക്കും മൃതദേഹം വിട്ടുകൊടുക്കുന്ന അടക്കമുള്ള നടപടികൾ ഉണ്ടാവുക. ഇത് ഇന്നലെ രാത്രി ഈ എൽദോസ് എറണാകുളത്ത് സെക്യൂരിറ്റി, സുരക്ഷാ ജോലി ചെയ്യുന്നയാളാണ്, സെക്യൂരിറ്റി ജീവനക്കാരനാണ്. ആ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. KSRTC ബസ്സിൽ ഈ പറയുന്ന കുട്ടമ്പുഴക്കടുത്ത് ക്രാച്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് KSRTC ബസ് ഇറങ്ങിയ ശേഷം വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്നു. ഇത് വനമേഖലയാണ്. ഏതാണ്ട് 1 കിലോമീറ്റർ ദൂരം മാത്രമാണ് കാൽനടയായി വീട്ടിലേക്കുള്ള യാത്രയുള്ളത്. പക്ഷെ അതിനിടയിലാണ് ഇത്തരത്തിൽ നിർഭാഗ്യകരമായ ഈ സംഭവം ഉണ്ടായത്. ഈ കാട്ടിലൂടെ പോകുമ്പോൾ ആന പെട്ടെന്ന് മുന്നിൽപ്പെട്ടത് എൽദോസ് കണ്ടില്ല എന്നാണ് പറയുന്നത്. കാട്ടാന എൽദോസിനെ ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിലാണ് എൽദോസ് കൊല്ലപ്പെട്ടത്. എൽദോസിനൊപ്പം മറ്റൊരാൾ കൂടി ഇതിന് പിറകെ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ എൽദോസിനെ ആക്രമിക്കുന്നത് കണ്ട ഉടൻ തന്നെ ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. എന്നാൽ എൽദോസിനെ കാട്ടാന ആക്രമിച്ച്
കൊലപ്പെടുത്തി. എൽദോസിന്റെ ശരീരമൊക്കെ ഛിന്ന ഭിന്നമായ നിലയിലായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാരടക്കം ചൂണ്ടിക്കാട്ടിയത്. അതിനുശേഷമാണ് പ്രദേശത്ത് വലിയ സംഘർഷാവസ്ഥയും നാട്ടുകാരുടെ പ്രതിഷേധവും ഒക്കെ ഉണ്ടായത്. എന്നാൽ ജില്ലാ കളക്ടർ അടക്കം നേരിട്ട് ഇടപെട്ട് പ്രതിഷേധമെല്ലാം തണുപ്പിച്ച് അവർക്ക് ആവശ്യമായ ഉറപ്പുകൾ നൽകിയ ശേഷമാണ് മൃതദേഹം ഇപ്പോൾ കോതമംഗലം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ ഇന്ന് രാവിലെ തന്നെ നടക്കുകയും ചെയ്യും. അനന്യ, അതുതന്നെയാണ് ഉമേഷ് ഏറ്റവും ഭീതി ഉളവാക്കുന്ന ഒരു കാര്യവും. ജനവാസ മേഖലയാണ്. ജോലി കഴിഞ്ഞ് ബസ് ഇറങ്ങി വീട്ടിലേക്ക് നടക്കും വഴിയുള്ള നിരവധി വീടുകളും മറ്റു കെട്ടിടങ്ങളും എല്ലാം അടുത്തുള്ളൊരു പ്രദേശത്താണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അതുതന്നെയായിരുന്നു ഇന്നലെ പ്രതിഷേധം ഉന്നയിക്കുമ്പോഴും നാട്ടുകാരും ഉന്നയിച്ചിരുന്ന ഒരു ആവശ്യം. ഇത്തരത്തിലൊരു ജനവാസ മേഖലയിൽ അവർക്ക് ഭീതി കൂടാതെ ജീവിക്കണം, അതിനുവേണ്ട സഹായങ്ങൾ നൽകണമെന്നുള്ളത് തന്നെയായിരുന്നു ഇന്നലെ പ്രതിഷേധിക്കുന്ന സമയത്തും നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നതും. ജില്ലാ ഭരണകൂടം വളരെ വേഗതയോടെ തന്നെ അത്തരത്തിൽ കാര്യത്തിൽ ഇടപെടുകയും 10 ലക്ഷം രൂപ, ഉമേഷ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 10 ലക്ഷം രൂപ ധനസഹായം ഇന്നലെ രാത്രിയോടെ തന്നെ എൽദോസിന്റെ കുടുംബത്തിന് കൈമാറുകയും മറ്റു പല ഉറപ്പുകളും മറ്റു നാട്ടുകാർ പ്രദേശവാസികൾ ഇന്നലെ ഉന്നയിച്ച ആവശ്യങ്ങൾക്ക് പല ഉറപ്പുകളും ഇന്നലെ തന്നെ കളക്ടർ സ്ഥലത്തെത്തി നൽകിയിട്ടുണ്ട്. ഉമേഷ്, പോസ്റ്റ്മോർട്ടം നടപടികൾ എപ്പോഴായിരിക്കും, എങ്ങനെയാണ്? രാവിലെ 9 മണിയോടെ തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും എന്നാണ് കരുതുന്നത്. ഉച്ചയ്ക്ക് മുമ്പായി പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം വിട്ടു നൽകാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാം വളരെ വേഗം, നടപടികളെല്ലാം വേഗത്തിലാക്കുക എന്നുള്ളത് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ രാത്രി തന്നെ ഇത്രയും വലിയ പ്രതിസന്ധികളും പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടായ പശ്ചാത്തലത്തിൽ സമയമൊന്നും നോക്കാതെ തന്നെ ജില്ലാ കളക്ടർ അടക്കം നേരിട്ട് ഈ സ്ഥലത്തേക്ക് എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർക്കുണ്ടായ ബുദ്ധിമുട്ട്, അവർക്കുണ്ടായ ദുഃഖം, അവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം, അതെല്ലാം പരിഗണിച്ച് തന്നെയായിരുന്നു ജില്ലാ കളക്ടർ ഇന്നലെ രാത്രി തന്നെ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തി അവരുമായി ചർച്ച ചെയ്തത്. ഒപ്പം ഇങ്ങനെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട എൽദോസിന്റെ കുടുംബത്തിന് ഇന്നലെ രാത്രി തന്നെ ധനസഹായം കൈമാറുകയും ചെയ്തു. 10 ലക്ഷം രൂപ ധനസഹായം, 10 ലക്ഷം രൂപയുടെ ചെക്ക് ഇന്നലെ രാത്രി തന്നെ കുടുംബത്തിന് കൈമാറുകയും ചെയ്തു. ഇത് രാത്രി തന്നെ ഈ വിഷയത്തിൽ പരിഹാരം ഉണ്ടാക്കണം എന്ന് തന്നെയാണ് ജില്ലാ കളക്ടർ തീരുമാനിച്ചത്. കാരണം ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവർ ചൂണ്ടിക്കാണിക്കുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, കാട്ടാന ആക്രമണം, നാട്ടുകാരുടെ ഭീതി, ഇതെല്ലാം ഏറെ ഗൗരവത്തിൽ തന്നെയാണ് ജില്ലാ ഭരണകൂടം എടുത്തത്. അതുകൊണ്ടാണ് കളക്ടർ നേരിട്ട് ഇന്നലെ രാത്രി തന്നെ എത്തുകയും അവരുമായി സംസാരിച്ച ശേഷം ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ അതിവേഗം നടപടികൾ സ്വീകരിക്കുകയും ചെയ്തത്. ഈ ട്രഞ്ചിങ് അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് തന്നെ ആരംഭിക്കുമെന്നാണ് കളക്ടർ പറഞ്ഞിട്ടുള്ളത്. ഫെൻസിംഗ് അടക്കമുള്ള ജോലികൾ 21-ാം തീയതിയോടുകൂടി ആരംഭിച്ച് വളരെ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കും. തെരുവിളക്കുകൾ 5 ദിവസത്തിനകം തന്നെ സ്ഥാപിക്കും. RRT സംഘത്തിന് അവിടെ കടന്നു ചെല്ലാനുള്ള സൗകര്യം, ആ സൗകര്യങ്ങൾ വിപുലീകരിക്കും. ഇത്തരത്തിൽ നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങളൊക്കെ കളക്ടർ ചർച്ച ചെയ്ത് അംഗീകരിച്ചു. ഇതിങ്ങനെ ഉറപ്പ് നൽകി പോവുകയല്ല, അതിന് കൃത്യമായ വിലയിരുത്തലുകൾ ഉണ്ടാകും, അത് പരിശോധിക്കപ്പെടും. അതിന്റെ ഭാഗമായാണ് 27-ന് അവലോകന യോഗം ചേരും എന്നും കളക്ടർ ഉറപ്പ് നൽകിയിട്ടുള്ളത്. ഈ പറയുന്ന കാര്യങ്ങൾ, ഈ നിർദ്ദേശങ്ങൾ കൃത്യമായി നടപ്പാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം എന്ന് തന്നെയാണ് കളക്ടർ പറഞ്ഞത്. ഈ കളക്ടറുടെ വാക്കിൽ അതിൽ പൂർണ്ണ വിശ്വാസം ജനങ്ങൾ അർപ്പിച്ചു എന്ന് വേണം മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെയാണ് അവർ 6 മണിക്കൂറിലധികം നീണ്ട പ്രതിഷേധം ഈ ജില്ലാ കളക്ടർ നൽകി ഉറപ്പിന് അവസാനിപ്പിച്ചതും ആ പശ്ചാത്തലത്തിൽ തന്നെയാണ്. ഏതായാലും ഇനി ഉള്ള നടപടികൾ ഈ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങളാണ്. അത് രാവിലെ 9 മണിയോടെ തന്നെ ആരംഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അനന്യ.